بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിൽ ഖിറാഅത്തുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. അതിൽ പിന്നെ ഖിറാഅത്തുകളിൽ വിശുദ്ധ ഖുർആൻ്റെ അവതീർണത, അതിൻ്റെ പ്രത്യേകത, 7 രീതികളിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, പിന്നെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച ഖിറാഅത്ത് സ്വീകരിച്ച പ്രമുഖരായ സഹാബികൾ, അവരുടെ ശിഷ്യന്മാർ, പിന്നെ ഖിറാഅത്തിൽ പ്രസിദ്ധരായ അവലംബയോഗ്യരായ 10 ഇമാമുമാർ, പിന്നെ അവരുടെ റാവിമാർ. ഖിറാഅത്തുകൾ, അതിൻ്റെ ചില പ്രത്യേകതകൾ ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളതിൻ്റെ തുടർ വിഷയമാണ്. ഖിറാഅത്തുകളിൽ പല ഖിറാഅത്തുകൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രസിദ്ധമായ ഖിറാഅത്ത് ആരുടേതാണ്? നമ്മൾ ഏറ്റവും പ്രസിദ്ധമായ, ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഖിറാഅത്ത് ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നവരുടെ ഖിറാഅത്താണ്. ഹഫ്സിൻ്റെ ഖിറാഅത്ത് എന്ന് നമ്മൾ പറയും. ഹഫ്സ് ഇബ്നു സുലൈമാൻ ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫിയിൽ നിന്ന്, ആസിം ഇബ്നു അബിൻ നജൂദ് അദ്ദേഹം അബു അബ്ദുറഹ്മാൻ അസ്സുലമിയിൽ നിന്നും സിർറ് ബിൻ ഹുബൈഷിൽ നിന്നും, സിർറ് ബിൻ ഹുബൈഷും അബു അബ്ദുറഹ്മാൻ അസ്സുലമിയും പ്രമുഖരായ 5 സഹാബികളിൽ നിന്ന്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. ഈ ഖിറാഅത്താണ് ഏറ്റവും പ്രസിദ്ധമായതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചതുമായ ഖിറാഅത്ത്, ഹഫ്സിൻ്റെ ഖിറാഅത്ത്. ഇത് ഹഫ്സ് ബിൻ സുലൈമാൻ, ഹഫ്സ് ബിൻ സുലൈമാൻ. ഈ ഹഫ്സ് ആസിമിൽ നിന്ന്, ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി, ഇത് ഹഫ്സ് ഇബ്നു സുലൈമാൻ. ഈ ആസിം 2 പ്രമുഖരായ ആളുകളിൽ നിന്ന്, പണ്ഡിതരിൽ നിന്ന്, ഒന്ന് അബു അബ്ദുറഹ്മാൻ അസ്സുലമി, മറ്റൊന്ന് സിർറ് ബിൻ ഹുബൈഷ്. സിർറ് ഇബ്നു ഹുബൈഷ്. ഇവർ 2 പേരും 5 സഹാബികളിൽ നിന്ന് എന്ത് ചെയ്ത് ഖുർആൻ പാരായണം, അതേപോലെ തന്നെ പിന്നെ ഹിഫ്ളൊക്കെ പഠിച്ചു. ഉസ്മാൻ, അലി, ഉബൈ ഇബ്നു കഅബ്, സെയ്ദ് ഇബ്നു സാബിത്ത്, പിന്നെ അബ്ദുള്ള ഇബ്നു മസ്ഊദ്. ഈ 5 സഹാബികളിൽ നിന്നാണ് അബു അബ്ദുറഹ്മാൻ അസ്സുലമിയും സിർറ് ബിൻ ഹുബൈഷും പഠിച്ചത്. ഇവരാരിൽ നിന്നാണ് പഠിച്ചത്? ഈ 5 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആരെന്നാ സ്വീകരിച്ചത്? ജിബ്രീൽ ആരിൽ നിന്നാണ് സ്വീകരിച്ചത്? അള്ളാഹുവിൽ നിന്ന്.
അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആസിം ഇവർ രണ്ടുപേരിൽ നിന്ന് പഠിച്ച് അല്ലേ. ഈ ആസിം താബിഈയാണ്. ആസിം ഇബ്നു അബി നജൂദ് അൽ കൂഫി. ഈ ആസിം ഇബ്നു അബി നജൂദ് 24 സഹാബികളെ മീറ്റ് ചെയ്ത താബിഈ പണ്ഡിതനാണ്. 24 സഹാബികളെ കണ്ടുമുട്ടിയ താബിഈ പണ്ഡിതനാണ് ആസിം. ആസിമിൻ്റെ റാവിയാണ് ഹഫ്സ് ഇബ്നു സുലൈമാൻ. ആസിമിന് 2 റാവിമാരുണ്ട്. ആസിമിന് ഒന്ന് ഹഫ്സും മറ്റൊന്ന് അബൂബക്കർ ഇബ്നു അയ്യാഷും. അബൂബക്കർ ഇബ്നു അയ്യാഷിൻ്റെ പേരാണ് ഷുഅബത്ത് ഇബ്നുൽ അയ്യാഷ്. ആസിമിന് 2 റാവിമാരുണ്ട്. ഒന്ന് ഷുഅബ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂബക്കർ. ഷുഅബത്ത് ഇബ്നു അയ്യാഷ് അല്ലെങ്കിൽ അബൂബക്കർ ഇബ്നു അയ്യാഷ്. ആസിമിൽ നിന്ന് 2 റാവിമാരാണ്. ഈ ആസിമിൽ നിന്നുള്ള ഷുഅബയുടെ റിപ്പോർട്ട് വേറെയാണ്, ഹഫ്സിൻ്റെ റിപ്പോർട്ട് വേറെയാണ്. ഹഫ്സിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ ഓതുന്ന മുസ്ഹഫ്. നമ്മൾ ഓതുന്ന മുസ്ഹഫ്. അതിലെ ദബ്തും അതിലെ റസ്മുദൊക്കെ അതൊക്കെ ആസിമിൻ്റേതാണ്. അതിലെ ഖിറാഅത്ത് ദബ്ത് അല്ല, അത് ഇൻഷാ അല്ലാഹ് പറയാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്നത് ഈ ഹഫ്സിൻ്റെ ഖിറാഅത്താണ്. ലിബിയ, തുനീഷ്യ ഈ 2 നാടുകളിൽ ഖാലൂൻ എന്നവരുടെ ഖിറാഅത്താണ്. ഖാലൂൻ എന്നവരുടെ ഖിറാഅത്താണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും ഖാലൂനും വർഷും എഴുതി. ഖാലൂനും വർഷും നാഫിഉൽ മദനിൻ്റെ ശിഷ്യന്മാരാണ്, റാവിമാരാണ്. വർഷും ഉണ്ട്. ഖാലൂനും വർഷും അവരുടെ ഷെയ്ഖാണ് നാഫിഉൽ മദനി. നാഫി ഇബ്നു അബി നുഐം അൽ മദനി, നാഫിഉൽ മദനി. ഈ നാഫിഉൽ മദനിയാണ് ഖാലൂൻ്റെ ഷെയ്ഖ്, അതുപോലെ വർഷിൻ്റെയും. നാഫിയിൽ നിന്ന് ഖാലൂൻ്റെ ഖിറാഅത്ത് ഇന്ന് ലിബിയയിലും തുനീഷ്യയിലും വ്യാപകമാണ്. നാഫിയിൽ നിന്ന് വർഷിൻ്റെ ഖിറാഅത്ത് അൾജീരിയയിലും അതേപോലെ മൊറോക്കോയിലും ഏറെക്കുറെ ആഫ്രിക്കൻ നാടുകളിൽ നാഫിയിൽ നിന്ന് വർഷിൻ്റെ ഖിറാഅത്താണ് വ്യാപകം. അബൂ അംറിൽ 2 ശിഷ്യന്മാരുണ്ട്. ഒന്ന് ദൂരിയും മറ്റൊന്ന് സൂസിയും. അബൂ അംറിൽ നിന്നുള്ള ദൂരിയുടെ അദ്ദൂരി ഖിറാഅത്താണ് അബൂ അംർ ബിൻ അല അൽ ബസരി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെയൊക്കെ എഴുതിയിട്ടുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അബൂ അംർ ബിൻ അലയിൽ നിന്ന് 2 ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിന്. ഒന്ന് ദൂരിയും മറ്റൊന്ന് സൂസിയും. അതിൽ നിന്ന് ദൂരിയുടെ ഖിറാഅത്താണ് സോമാലിയ, സുഡാൻ, അതേപോലെ തന്നെ ഹദർമൗത്ത് എന്ന് പറഞ്ഞാൽ യമൻ്റെ ഭാഗം, അവിടെയൊക്കെ വ്യാപകമായത്. ഈ 4 ഖിറാഅത്താണ് ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള 4 ഖിറാഅത്തുകൾ. ആ പ്രചാരണത്തിലുള്ള നാടുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഹഫ്സിൻ്റെ ഖിറാഅത്ത് ഇവിടെയൊക്കെ ഗ്രസിച്ച് തുടങ്ങി. പ്രത്യേകിച്ച് ഹദർമൗത്തിലൊക്കെ ഇപ്പോൾ ഹഫ്സിൻ്റെ ഖിറാഅത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അൾജീരിയ, മൊറോക്കോ, ആഫ്രിക്കൻ നാടുകൾ മിക്കതിലും നാഫിഉൽ മദനിയിൽ നിന്നുള്ള വർഷിൻ്റെ റിവായത്താണ് പ്രചാരം നേടിയത്. ഇന്നും നാഫിയിൽ നിന്ന് ഖാലൂൻ്റെ റിവായത്താണ് ലിബിയയിലും അതേപോലെ തന്നെ തുനീസ് നാടുകളിൽ. അബൂ അംറിൽ നിന്നുള്ള ദൂരിയുടെ ഖിറാഅത്താണ് സോമാലിയ, സുഡാൻ തുടങ്ങിയ നാടുകളിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നത് ആസിമിൻ്റെ ഖിറാഅത്താണ്. ആസിമിൽ നിന്നുള്ള ഹഫ്സിൻ്റെ റിവായത്താണ്. ആസിമിന് 2 റാവിമാരുണ്ട്, ഷുഅബയും ഹഫ്സും. അതിൽ ഹഫ്സിൻ്റെ ഖിറാഅത്താണ്. ഇവിടെ എന്തുകൊണ്ട് ഈ ഹഫ്സിൻ്റെ ഖിറാഅത്ത് കൂടുതൽ പ്രചാരം നേടി എന്നുള്ളതാണ്. ഹഫ്സിൻ്റെ ഖിറാഅത്ത് കൂടുതൽ പ്രചാരം നേടാൻ കാരണം നിയമങ്ങൾ കുറവാണ്. പിന്നെ ഈ ആസിമിൽ നിന്നുള്ള ഹഫ്സിൻ്റെ ഉണ്ടല്ലോ, ഈ ഖിറാഅത്തിനെ ഹഫ്സ് എന്ത് ചെയ്ത് അതിന് ശിഷ്യന്മാർ കൂടി, പ്രചാരകരും കൂടി. പിന്നെ ചില രാഷ്ട്രങ്ങളുടെ സഹായം ഹഫ്സിൻ്റെ ഖിറാഅത്തിന് കിട്ടി. ഉസ്മാനിയൻ ഖിലാഫത്ത്
ഈ ഹഫ്സിൻ്റെ ഖിറാഅത്ത് പ്രചരിപ്പിക്കുന്നതിൽ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ നോക്കി നിങ്ങൾ സൗദി അറേബ്യയിൽ മുജമ്മൽ മലിക് ഫഹദ് ഖുറാൻ പ്രിൻറ്റിംഗ് പ്രസ് കോംപ്ലക്സ്, മലിക് ഫഹദ് ഖുറാൻ പ്രിൻറ്റിംഗ് പ്രസ് കോംപ്ലക്സിൽ ഏറ്റവും കൂടുതൽ അടിച്ചിറക്കണ മുസാഫ് ഏതാ? ഹഫ്സിൻ്റെ ഖിറാഅത്തുള്ള ഈ മുസാഫാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ കാണിച്ചില്ലേ, ഈ റിവായത്തുള്ള ഖിറാഅത്താണ്, റിവായത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രചാരണം കൂടി. മാത്രമല്ല അതിന് നിയമങ്ങൾ കുറവാണ്, ആളുകൾക്ക് ഓതാൻ എളുപ്പമാണ്. മറ്റതങ്ങനെയല്ല, ഇമാലത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വദ്ദുഹേ അത് ഇനി നമ്മളിവിടെ കേൾക്കാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഹംസയുമായി ബന്ധപ്പെട്ട് ഹംസ ഇഷ്ബാഴ് ചെയ്ത്, അതേപോലെ തന്നെ തഖ്ലീൽ ചെയ്ത്, ഇങ്ങനെ കുറേ നിയമങ്ങളാണ് മറ്റ് ഖിറാഅത്തുകളുള്ളത്. അത്തരം ഖിറാഅത്തുകളുടെ കെട്ടിക്കുറുക്ക് ഇവിടെ അല്ല, ഹഫ്സിൻ്റെ ഖിറാഅത്തിൽ. ഇത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഓതാൻ പറ്റിയ ഖിറാഅത്താണ്. അതൊക്കെ കാരണത്താൽ പിന്നെന്ത് ചെയ്തു, ഈ ഖിറാഅത്തിന് ലോകത്ത് കൂടുതൽ പ്രചാരം ലഭിച്ചു. ഇന്ന് പിന്നെ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഹഫ്സിൻ്റെ ഖിറാഅത്തല്ലേ, നമ്മൾ ഓതണ ഖിറാഅത്തിന് പറയാം ഹഫ്സിൻ്റെ ഖിറാഅത്ത് എന്ന് പറയാം. നമ്മളെ കയ്യിലുള്ള മുസാഫ് ഹഫ്സിൻ്റെ റിവായത്ത് അനുസരിച്ചുള്ള പിന്നെ ഇതാണ് മുസാഫാണ്. നമ്മൾ ഖിറാഅത്തുകളിൽ പല വ്യത്യാസങ്ങൾ പറഞ്ഞ് അതിൻ്റെ ചില ഉദാഹരണങ്ങളും നമ്മളിവിടെ പറഞ്ഞു. അതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ ഖിറാഅത്തുകൾ അതൊന്നും എന്തല്ല, പരസ്പരം വൈരുദ്ധ്യങ്ങളിൽ ഏറ്റുമുട്ടും വിധം വൈരുദ്ധ്യമല്ല, പിന്നെ വ്യത്യസ്ത ആശയങ്ങളെയാണ് അത് എന്ത് ചെയ്യണത്, പ്രദാനം ചെയ്യണത്. വ്യത്യസ്ത ആശയങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹഫ്സിൻ്റെ ഖിറാഅത്ത് എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ആസിമിൽ നിന്ന് ഷുബയുടെ ഖിറാഅത്ത് എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ പിന്നെ വിവിധ ഖിറാഅത്തുകൾ, നാഫിയിൽ നിന്ന് ഖാലൂൻ, നാഫിയിൽ നിന്ന് വർഷ്, അതേപോലെ തന്നെ അബു അംറിൽ നിന്ന് പിന്നെ ദൂരി, സൂസി, ഇവരുടെയൊക്കെ ഖിറാഅത്ത് എന്ന് പറഞ്ഞ്, ഇതൊക്കെ ഖിറാഅത്തുകൾ വ്യത്യസ്തമാണെങ്കിലും അതെന്തില്ല, വൈരുദ്ധ്യമല്ല. അത് പല നിലക്ക്. പിന്നെ മാത്രമല്ല അതുകൊണ്ട് കുറേ ഫലങ്ങളാണ്, കുറേ കർമ്മശാസ്ത്ര വിഷയങ്ങൾക്ക് തർജീഹ്, ഒരഭിപ്രായത്തെ ബലപ്പെടുത്താൻ ഈ ഖിറാഅത്തുകൾ സഹായകമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ മുഅ്ജിസത്ത്, വിശുദ്ധ ഖുർആൻ്റെ മുഅ്ജിസത്ത് അത് ഇത് നിലനിർത്തുകയും ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. കണ്ടോ, ഇത്രയും വ്യത്യസ്ത ഖിറാഅത്തുകൾ ഉണ്ടായിട്ടും ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ എന്തില്ല, ഒരു വൈരുദ്ധ്യമോ ഏറ്റുമുട്ടലോ ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ അറബി ഭാഷ അതിൻ്റെ സ്ഫുട ഭാഷയിൽ അതിനെ നിലനിർത്തുക എന്നുള്ള ഒരു പ്രത്യേകത, അത് ഈ ഖിറാഅത്തുകളുടെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലൂടെ ഉണ്ട്. പണ്ഡിതന്മാർ ഇങ്ങനെ കുറേ ഫലങ്ങൾ അതിനാൽ പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് കർമ്മശാസ്ത്രപരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ഈ ആർത്തവകാരികളായ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞത്, പിന്നെ യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ ആദം ഫഅതസിലുൻ നിസാ ഫിൽ മഹീദ് ഫലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന. എന്താ, നിങ്ങൾ ആർത്തവകാരികളായ സ്ത്രീകളോട് അടുക്കരുത് ഏതുവരെ, ഹത്താ യത്ഹുർന. എന്താ ഹത്താ യത്ഹുർന എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധി പ്രാപിക്കുന്നത് വരെ എന്നാണ്, ശുദ്ധി പ്രാപിക്കുന്നത് വരെ എന്നാണ്. ഖലാസ് ഫൈദാ തത്ഹർന, അവർ ശുദ്ധി പ്രാപിച്ചാൽ പിന്നെ നിങ്ങളവരെ പ്രാപിക്കാൻ പറഞ്ഞു. ഫതുഹുന്ന മിൻ ഹൈസു അമറക്കുമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രീതിയിൽ അവരുടെ അടുക്കൽ. ഇവിടെ ഹത്താ യത്ഹുർന എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധി പ്രാപിക്കുന്നത് വരെ എന്നാണ്. കർമ്മശാസ്ത്രപരമായിട്ടൊരു മസാല ഉണ്ട്. അതെന്താണ്, ഒരു സ്ത്രീ ആർത്തവരക്തത്തിൽ നിന്ന് ശുദ്ധിയായി അവർ കുളിക്കുന്നതിന് മുമ്പ് അവരെ പ്രാപിക്കാൻ പറ്റുമോ, അതല്ല കുളിച്ചതിന് ശേഷമാണ് പ്രാപിക്കേണ്ടത്? എന്താ നമ്മൾ മനസ്സിലാക്കിയത്, അവർ ആർത്തവരക്തം നിലച്ച് അവർ കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ പ്രാപിക്കാവൂ. പക്ഷേ ഈ ആയത്ത് അറിയിക്കുന്നത് അവർ ശുദ്ധി പ്രാപിച്ചാൽ എന്നാണ്. അപ്പോൾ അവർ ആർത്തവരക്തം നിലച്ചാൽ ശുദ്ധിയായി. അതുകൊണ്ട് തന്നെ ഇമാം അബൂ ഹനീഫയും ഒക്കെ പറഞ്ഞെന്താ, കുളിച്ചോളണമെന്നില്ല, അതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യാം, സ്ത്രീകളായിട്ട് ബന്ധപ്പെടാം എന്നാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ അതിനെ എതിർത്തു. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ, ശുദ്ധി പ്രാപിച്ച് പിന്നെ എന്ത് ചെയ്യണം, അവർ കുളിക്കണം, കുളിച്ചതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഈ ഹത്ത യത്ഹുർന എന്നുള്ളതിന് ഹംസ, കിസായി, അതേപോലെ ആസിമിൽ നിന്ന് ഷുബയുടെ ഖിറാഅത്ത് അത് ഹത്ത യതഹർന എന്നാണ്. ഹത്ത യതഹർന.
കണ്ട ഇങ്ങനെയാണ്, അവർ ശുദ്ധിയാക്കുന്നത് വരെ എന്നാണ്, അവർ ശുദ്ധി വരുത്തുന്നത് വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? ഈ യതഹർന എന്നുള്ള ഖിറാഅത്തുണ്ടല്ലോ, യതഹർന, അവർ ശുദ്ധി വരുത്തുന്നത് വരെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് ഹംസയുടെയും അതേപോലെ തന്നെ കിസായിയുടെയും അതേപോലെ ആസിമിൽ നിന്നുള്ള അബൂബക്കർ ബിൻ അൽ അയ്യാഷ് അല്ലെങ്കിൽ ഷുഅബത്ത് ബിൻ അൽ അയ്യാഷിൻ്റെയും ഖിറാഅത്താണ്. ഈ ഖിറാഅത്തിൽ കണ്ട, ഇവർ കേവലം ശുദ്ധിയായാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? അവർ ശുദ്ധി വരുത്തണം. ശുദ്ധി വരുത്തേണ്ടത് എങ്ങനെയാണ്? കുളിച്ചിട്ടാണ്. അപ്പോൾ ആർത്തവ രക്തം നിലച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അവരെ പ്രാപിക്കാൻ പറ്റൂ എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അവരതിന് തെളിവ് പിടിച്ചത് എന്താണ്? ഇതിൻ്റെ മറ്റൊരു ഖിറാഅത്താണ്. വേറെ ഖിറാഅത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ആർത്തവ രക്തം നിലച്ചാൽ പോരാ, അവർ അതിനുശേഷം കുളിച്ച് ശുദ്ധി വരുത്തണം എന്നുള്ള അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. അതിനാണ് തെളിവിൻ്റെ ബലമുള്ളത്. അതിനൊരു തെളിവ് ഖുർആനിൽ തന്നെയുള്ളത് എന്താ? ഈ ഖിറാഅത്തിനുള്ള മറ്റൊരു ഖിറാഅത്താണ്, ഈ ആയത്തിൻ്റെ മറ്റൊരു ഖിറാഅത്താണ്. പറഞ്ഞത് മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഈ പിന്നെ വേറെ വേറെ ഖിറാഅത്തുകൾ ഉള്ളതിൻ്റെ ഒരു ധർമ്മം അതാണ്, അതിൻ്റെ ഒരു ഫലം അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. എന്താ അതിൻ്റെ അർത്ഥം? വത്തഖിദു, നിങ്ങൾ സ്വീകരിക്കണം അല്ലേ, മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മക്കാമിൽ നിസ്കരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്രാഹിം മക്കാമിൽ നിസ്കരിക്കണം. എപ്പോഴാണ് ഇബ്രാഹിം മക്കാമിൽ നിസ്കരിക്കേണ്ടത്? ഉംറയ്ക്ക് ശേഷം. ഹജ്ജിനായാലും ഉംറക്കായാലും തവാഫിന് ശേഷം. ഇവിടെ വത്തഖിദു എന്നൊരു ഖിറാഅത്തുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അത് ആക്ഷനാണ്, കൽപ്പനയാണ്. നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. ആ കൽപ്പന വുജൂബിനാണ്, നിർബന്ധത്തിനാണ്. അതുകൊണ്ട് തന്നെ തവാഫിന് ശേഷം നിസ്കരിക്കൽ നിർബന്ധ കൽപ്പനയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ചിലർ പറഞ്ഞില്ല, സുന്നത്താണ്, ഹുക്മ് സുന്നത്താണ്. എന്തുകൊണ്ട്? ഇതിന് മറ്റൊരു ഖിറാഅത്തുണ്ട്. ആ ഖിറാഅത്ത് വത്തഖദു എന്നാണ്. വത്തഖദു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ വത്തഖിദു തമ്മിൽ വ്യത്യാസം? വത്തഖിദു പറഞ്ഞാൽ എന്താ? നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്, നിങ്ങൾ നിസ്കരിക്കണം എന്ന്. വത്തഖദു എന്ന് പറഞ്ഞാലോ, വത്തഖദ് എന്ന് പറഞ്ഞാൽ ഫിഅ്ലു മാദിയാണ്. അവർ സ്വീകരിച്ചു എന്നർത്ഥം. അവർ സ്വീകരിച്ചു. മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാമി ഇബ്രാഹിമിലൊരു നിസ്കാരം. ആരെ അവർ? ഇത് കൽപ്പനയാണ്, ഇതൊരു പ്രസ്താവനയാണ്. രണ്ടാമത്തേത് പ്രസ്താവനയാണ്. വത്തഖദു എന്നുള്ള ഖിറാഅത്ത് നാഫിഇൻ്റെ ഖിറാഅത്തുമാണ്. അതേപോലെ തന്നെ ഇബ്നു ആമിറിൻ്റെ ഖിറാഅത്തുമാണ്. നാഫിഉം ഇബ്നു ആമിറുമാണ് വത്തഖദു എന്നിത് പിന്നെ ഭൂതകാല ക്രിയയായിട്ട് പ്രയോഗിച്ചത്, പ്രസ്താവന വാക്യമായിട്ട് പ്രയോഗിച്ചത്. എന്നാൽ വത്തഖിദു എന്നുള്ളത് ജുംഹൂറിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഖിറാഅത്താണ്. നാഫിഉം ഇബ്നു ആമിർ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ഒക്കെ ഖിറാഅത്ത് വത്തഖിദു എന്നാണ്. വത്തഖദു എന്നുള്ളത് ആരുടെ ഖിറാഅത്താണ്? അത് പിന്നെ നാഫിഇൻ്റെയും നാഫിഉൽ മദനി, നാഫി ഇബ്നു അബി നുഐം അൽ മദനിയുടെയും അതേപോലെ തന്നെ പിന്നെ ഇബ്നു ആമിറിൻ്റെ ഖിറാഅത്താണ്. ഈ ഇബ്നു ആമിറിൻ്റെ ഖിറാഅത്തിൽ വത്തഖദു എന്നാണ്, അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്മുറക്കാർ, മക്കളും ഒക്കെ പിന്മുറക്കാർ, അവർ മഖാം ഇബ്രാഹിമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കാരം സ്വീകരിച്ചു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതറിയിക്കുന്നത് സുന്നത്തിനെയാണ്. അപ്പോൾ നിസ്കാരം സുന്നത്താണ് എന്ന് ഈ ആയത്ത് പ്രകാരം ഒരു വിഭാഗം പണ്ഡിതന്മാർ, അതല്ല നിർബന്ധത്തിനാണ് എന്നുള്ളത് ഈ ആയത്ത് പ്രകാരം മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ. അപ്പോൾ കണ്ട, ഈ വ്യത്യസ്ത ഖിറാഅത്തുകൾക്ക് അതിൻ്റേതായ സ്വാധീനമുണ്ട്. എവിടെ? അതിൻ്റേതായ സ്വാധീനമുണ്ട് ഇവിടെ കർമ്മശാസ്ത്രത്തിൽ. ഇതൊന്നും എന്തല്ല, വൈരുദ്ധ്യങ്ങളല്ല, പിന്നെയോ വ്യത്യസ്ത ആശയങ്ങളെ പ്രദാനം ചെയ്യുന്ന പിന്നെ ഖിറാഅത്തുകളാണ്. മനസ്സിലായോ? ഇതേപോലെ സൂറത്ത് യൂസുഫിൽ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ ലൗലാ അൻ റഅ ബുർഹാന റബ്ബിഹി പറയല്ലേ? كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. അവിടെ എന്താ?
പിന്നെ വലഖദ് ഹമ്മത് ബിഹി വ ഹമ്മ ബിഹാ ലൗല അർറഅ ബുർഹാന റബ്ബി. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും അസീസിൻ്റെ സൗജത്തും ഭാര്യയും ഉണ്ടായ പ്രശ്നം എന്താ പ്രശ്നം? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ണ് വെച്ച് പെണ്ണ് എന്ത് ചെയ്ത് യൂസുഫിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച്. അങ്ങനെ അതാണ് വറാവദത്ഹു ലത്തി ഹുവ ഫി ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക് ഖാല മഅദല്ലാഹി ഇന്നഹു റബ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് ഹമ്മത് ബിഹി, ആ പെണ്ണ് യൂസുഫിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. വഹമ്മ ബിഹാ ലൗല അർറഅ ബുർഹാന റബ്ബി, റബ്ബിൽ നിന്നുള്ള ഒരു ബുർഹാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വീണു പോകുമായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കദാലിക് ലിനസ്രിഫ് അൻഹു സൂഅ വൽ ഫഹ്ഷ, തിന്മയും അതേപോലെ തന്നെ നീചവൃത്തിയും അദ്ദേഹത്തിൽ നിന്ന് തെറ്റിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ബുർഹാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയാണ് മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫ് ആരാണ്? നമ്മുടെ മുഖ്ലസീൻ ആയ ദാസനാണെന്നാണ് മുഖ്ലസീൻ. ഇവിടെ മുഖ്ലസീൻ എന്നും ഖിറാഅത്തുണ്ട്, മുഖ്ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. മുഖ്ലിസീൻ എന്നും ഖിറാഅത്തുണ്ട്. കണ്ട, ഇവിടെ മുഖ്ലസ് എന്നാണ്, ഇവിടെ മുഖ്ലിസ് എന്നാണ്. ഇബ്നു കസീർ അദ്ദാരിയും അബു അംർ അൽ അല അൽ ബസരിയും അതേപോലെ ഇബ്നു ആമിർ ഇവരുടെ ഖിറാഅത്താണ് മുഖ്ലസീൻ എന്നുള്ളത്. ബാക്കിയുള്ളവരുടെ ഖിറാഅത്താണ് മുഖ്ലിസീൻ എന്നുള്ളത്. കണ്ടോ, എന്താ മുഖ്ലസും മുഖ്ലിസും തമ്മിൽ വ്യത്യാസം? മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ എന്നാണ്. തൗഹീദും അതേപോലെ തന്നെ ഇബാദത്തൊക്കെ അള്ളാഹുവിനെ മാത്രമാക്കിയവനാണ് ആര്? മുഖ്ലിസ്. മുഖ്ലസ് എന്ന് പറഞ്ഞാലോ, മുഖ്ലസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം എന്ന് മുഖ്ലസീൻ എന്നുള്ള ഖിറാഅത്തും, അള്ളാഹുവിന് ഇബാദത്തും തൗഹീദും നിഷ്കളങ്കമാക്കിയവനായിരുന്നു യൂസുഫ് എന്ന് മുഖ്ലിസീൻ എന്ന ഖിറാഅത്തും. രണ്ട് ഖിറാഅത്തും എന്താണ് അറിയിക്കുന്നത്? രണ്ട് ഖിറാഅത്തും അറിയിക്കുന്നത് എന്താണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേന്മയാണ്. ഒന്നൊന്നിനെ ഏറ്റുമുട്ടണില്ല, പിന്നെ ഒന്നൊന്നിന് പൂരകാണ്. രണ്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എന്താ അറിയിക്കുന്നത്? മേന്മകളാണ് അറിയിക്കുന്നത്, സവിശേഷതകളാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, രണ്ട് ഖിറാഅത്ത്, ആ ഖിറാഅത്തുകൾ എന്തല്ല? പരസ്പരം ഏറ്റുമുട്ടുന്ന ഖിറാഅത്തുകളല്ല. ഇതേപോലെ വേറെയും ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ വിവിധ ഖിറാഅത്തുകളുടെ, ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ വലികുല്ലി ഖൗമിൻ ഹാദ് എന്നുള്ള ആയത്ത്, ഹാദിൻ ഇങ്ങനെ തൻവീന, ഇതിനൊരു ഖിറാഅത്ത് ഹാദി എന്നുള്ളതാണ്. ഉണ്ടോ? ഹാദി. ഇത് ഇബ്നു കസീറിൻ്റെ ഉണ്ടോ? ഇബ്നു കസീർ അൽ മക്കി, ഇബ്നു കസീർ അൽ മക്കിയുടെ ഖിറാഅത്താണ് ഈ ഹാദി എന്നുള്ളത്, യാ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഭൂരിപക്ഷത്തിൻ്റെ ഖിറാഅത്ത് ഹാദിൻ എന്നാണ്. അത് വഖഫായാലും വസലായാലും, ചേർത്തോതുകയാണെങ്കിലും നിർത്തുകയാണെങ്കിലും ഒക്കെ ഹാദിൻ എന്നാണ്. അപ്പോൾ ഈ രണ്ട് ഖിറാഅത്ത് തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാ സമൂഹത്തിലും എന്തുണ്ട്? ഒരു മാർഗദർശി ഉണ്ട് എന്നർത്ഥം. ഹാദിൻ എന്ന് തൻവീനായാലും ഹാദി എന്ന് യാഇനെ സ്ഥിരപ്പെടുത്തിയിട്ടാണെങ്കിലും, മങ്കൂസിൻ്റെ ഇസ്മ് അതിൽ യാഇനെ സ്ഥിരപ്പെടുത്തിയിട്ടാണെങ്കിലും, ഈ യാഇനെ കളഞ്ഞിട്ട് തൻവീനുൽ ഇവളായിട്ട് തൻവീൻ കൊടുത്താണെങ്കിലും എന്താ? രണ്ടും ഒരർത്ഥമാണ്. പക്ഷെ വ്യാകരണപരമായിട്ട് ഇപ്പോൾ വഖഫിൻ്റെ സന്ദർഭത്തിൽ ഹാദി എന്ന് യായിൽ വഖഫ് ചെയ്ത് നിർത്താം എന്ന ഒരു വ്യാകരണ നിയമം പണ്ഡിതന്മാരെന്ത് ചെയ്ത് ഇതിമെന്ന് സ്ഥാപിച്ചു. ചിലർ പറഞ്ഞില്ല വലിക്കുല്ലി ഖൗമിൻ ഹാദ്, ഇസ്മ മങ്കൂസാണ്, അതുകൊണ്ട് തന്നെ യായിൽ അവസ്ഥ നിർത്തരുത്, പിന്നെയോ ഇങ്ങനെ നിർത്തണം എന്നാണ് വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഒരു വിഭാഗം വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞില്ല, ഇസ്മ മങ്കൂസ് ആണെങ്കിലും യാമ വഖഫ് ചെയ്യുക. എന്തുകൊണ്ട്? അതിന് ഖുർആനിന് തെളിവുണ്ട്. എവിടെ ഖുർആനിലെ തെളിവ്? ഖുർആനിൽ ഇബ്നു കസീർ അൽ മക്കിയുടെ ഖിറാഅത്തിൽ വലികുല്ലി ഖൗമിൻ ഹാദി എന്നുള്ളത്. അപ്പം മങ്കൂസായ ഇസ്മ എന്ന് പറഞ്ഞാൽ യാ സുക്കൂനായ യാവിന് മുമ്പ് കെസർ വന്നാൽ അത്തരം ഇസ്മുകൾക്കാണ് എന്ത് പറയുക? മങ്കൂസായ ഇസ്മ എന്ന് പറയാം.
അപ്പോൾ ഈ ഖിറാഅത്തിൽ എന്തുണ്ട്, ഇങ്ങനെ യാമ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവസാനിപ്പിക്കലും വ്യാകരണത്തിൽ എന്തല്ല, തെറ്റല്ല എന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിലെ വിവിധ ഖിറാഅത്തുകൾ, ആ ഖിറാഅത്തുകൾ അതിന് കുറേ ധർമ്മങ്ങളുണ്ട്, കുറേ ഫലങ്ങളുണ്ട്. അത് കർമ്മശാസ്ത്രപരമായി ഇപ്പോൾ തഫ്സീർ, അതിൻ്റെ പിന്നെ വിശദമായ തഫ്സീറുകൾക്ക് വേണ്ടി, അതേപോലെ തന്നെ ഇതേപോലെ വ്യാകരണ നിയമങ്ങൾക്ക് വേണ്ടി കുറേ ധർമ്മങ്ങളും കുറേ ഫലങ്ങളും എന്തുണ്ട്, ഈ ഖിറാഅത്തുകൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അതൊന്നും എന്തല്ല, ഒരിക്കലും പൂരിപ്പിക്കാൻ കഴിയാത്ത വിധം ഏറ്റുമുട്ടലല്ല, വൈരുദ്ധ്യങ്ങളല്ല. ഇത് മനസ്സിലാക്കാനാണ്. കുറേ ഉദാഹരണങ്ങളാണ് ഇതേപോലെ പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? ഇത്തരം വിഷയങ്ങൾ സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഒരു വിഷയമുള്ളത് കൃത്യമല്ലേ, നമുക്ക് ഈ ഖിറാഅത്തുകൾ ഒന്ന് കേൾക്കാം, എന്നിട്ട് കുറച്ച് വിഷയങ്ങൾ കൂടി ഇനി നമുക്ക് പറയാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ. ഓരോ ഖിറാഅത്തുകളുടെ പിന്നെ രീതി നമുക്ക് കേൾക്കാം. ഒരാൾ സൂറത്തു ദുഹ അതിൽ വ്യത്യസ്ത ഖിറാഅത്തുകൾ നടത്തുന്നതാണ് നമ്മളിവിടെ കേൾപ്പിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى 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 മൂന്ന് ഖിറാഅത്ത്, മൂന്നെണ്ണല്ലേ, ചിലയിടത്ത് 4 ഖിറാഅത്തുണ്ട്. വറഷ് നാഫിയിൽ നിന്ന്, അതേപോലെ സൂസി അബു അംറിൽ നിന്ന്, ദൂരി അബു അംറിൽ നിന്ന്, അതേപോലെ തന്നെ പിന്നെ ഹഫ്സിൻ്റെ ഖിറാഅത്ത്. അത് കുറേ ആളുകളുടെ ഖിറാഅത്താണ് ഇതിലുള്ളത്. അതിൽ പിന്നെ 3 പേരുടെ ഖിറാഅത്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടത്. അത് വ്യത്യസ്ത രീതിയിലാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والضحى والضحى. അതിൽ വദ്ദുഹ തഖ്ലീലിൻ്റെ ഇതാണ് വദ്ദുഹ. പിന്നെ അതേപോലെ തന്നെ വദ്ദുഹേ, അത് പിന്നെ ദൂരി അബുൽ ഹാരിസ് ഒക്കെ കിസായിൽ നിന്ന്, ഖല്ലാദ് ഹംസയിൽ നിന്നൊക്കെയുള്ള ഖിറാഅത്താണ് ഈ വദ്ദുഹേ എന്നുള്ളത്. പിന്നെ അവസാനത്തേത് ഹഫ്സിൻ്റെ ഖിറാഅത്താണ് അല്ലേ, നമ്മൾ ഓതണേ. ആദ്യത്താണ് വദ്ദുഹ, അതാണ് ഹഫ്സിൻ്റെത്. മനസ്സിലായി? ഹഫ്സ്, പിന്നെ ആസിമിൽ നിന്നുള്ള ഖിറാഅത്ത്, അതേപോലെ തന്നെ ഇബ്നു കസീറിൽ നിന്ന് ബിസിയുടെ ഖിറാഅത്ത്, അതേപോലെ തന്നെ ഖുംബുലിൻ്റെ ഖിറാഅത്ത്, അതൊക്കെയാണ് ആദ്യത്തെ ഖിറാഅത്ത് വന്നത്. പിന്നെ വദ്ദുഹ എന്നുള്ളത് സൂസി അബു അംറിൽ നിന്നുള്ള ഖിറാഅത്ത്. പിന്നെ അവസാനത്തെയാണിത് ഖല്ലാദ് ഹംസയിൽ നിന്നുള്ള ഖിറാഅത്ത് വന്നത്. ഖലഫ്, ഖല്ലാദ് അവരൊക്കെ ഹംസയിൽ നിന്നുള്ള ഖിറാഅത്താണ് ആ ഇമാലത്തിൽ ചരിച്ച് ഓതിയത്, വദ്ദുഹേ എന്ന് ഓതിയത്. രണ്ടാമത്തേട്ട് വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ സജി വല്ലൈലി ഇദാ സജേ, അത് അവസാനം കേട്ടതാണ്. പിന്നെ ദൂരിയുടെ കിസായിൽ നിന്നുള്ള റിവായത്ത്, പിന്നെ അലി ഇബ്നു ഹംസ അൽ കിസായിൽ നിന്നുള്ള ഖിറാഅത്താണ് അത് കേട്ടത്. പിന്നെ ആദ്യം കേട്ടതാണ് ഹഫ്സിൻ്റെ ഖിറാഅത്ത്, ഹഫ്സൻ ആസിമിൽ നിന്ന്, അതേപോലെ ഖാലു നാഫിയിൽ നിന്നും മറ്റൊക്കെയുള്ള ഖിറാഅത്ത്. ഇത് പിന്നെ ആദ്യം കേട്ടതാണ് ഹഫ്സിൻ്റെ ഖിറാഅത്ത്. അടുത്ത ഖിറാഅത്ത് കേട്ടു പോകാം. ما ودعك ربك وما قلى ما ودعك ربك وما قلى ما ودعك ربك وما قلى. അടുത്ത ഖിറാഅത്ത് കേട്ടു പോകാം. وللآخرة خير لك من الأولى 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 وللآخرة خير لك من الأولى
وللآخرة خير لك من الأولى وللآخرة خير لك من الأولى وللآخرة خير لك من الأولى وللآخرة خير لك من الأولى وللآخرة خير لك من الأولى وللآخرة خير لك من الأولى وللآخرة خير لك من الأولى. അതായത് വ്യത്യസ്ത ഖിറാഅത്തുകളാണ് അല്ലേ. അതൊക്കെ അതിൽ ഹംസ, അതേപോലെ തന്നെ ഇമാലത്ത്, ഹംസൻ്റെ ഇതിൽ അത് ചിലത് തഖ്ലീലിൽ, ചിലത് ഇഷ്ബായിൽ, കുറേ കൂടുതൽ നീട്ടി, ചിലത് കൂടുതൽ നീട്ടാതെ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഖിറാഅത്തുകളുണ്ട്, വ്യത്യസ്ത ആളുകളുടെ ഖിറാഅത്ത്. ഇനി ഉണ്ടായില്ല ഉദാഹരണത്തിന് ആണെങ്കിൽ ഒരു ഉദാഹരണത്തിന് ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضي ألم يجدك يتيما فآوى ألم يجدك يتيما فآوى ألم يجدك يتيما فآوى ألم يجدك يتيما فآوى ألم يجدك يتيما فآوي ألم يجدك يتيما فآوي ووجدك ضالا فهدى ووجدك ضالا فهدى ووجدك ضالا فهدي ووجدك عائلا فأغنى ووجدك عائلا فأغنى ووجدك عائلا فأغني ووجدك عائلا فأغنى ووجدك عائلا فأغني فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അത് പിന്നെ അതാണ് വിശുദ്ധ ഖുർആനിലെ നൈപുണ്യം. അഷറ ഖിറാഅത്തുകളുണ്ടല്ലോ, അത് പിന്നെ ഇങ്ങനെ ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാ കഴിവാണ്. എല്ലാ ഖിറാഅത്തുകളും വെച്ചിട്ടുള്ളതായ ഒരു ഖുർആൻ ഓതിയിട്ട് തീർക്കണമെന്ന് എനിക്കൊരു മാസമെങ്കിലും സമയമെടുക്കും. അത്രമാത്രം പിന്നെ ഇതാണ്. അങ്ങനെ ഓതുന്ന നിപുണന്മാരായ പണ്ഡിതന്മാരുണ്ട്. ജാമിഉൽ ഖിറാഅത്തുൽ അഷ്ർ എന്ന ഒരു ഇതുണ്ട്. നമ്മൾ നെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ജാമിഉൽ ഖിറാഅത്തുൽ അഷ്ർ, ഇൻഷാ അല്ലാഹ് അസീസ്ക്ക് അത് നമ്മൾ ഇതിൽ ഇടും. അതിൻ്റെ ഇത് ജാമിഉൽ ഖിറാഅത്തുൽ അഷ്ർ. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ ഖിറാഅത്തുകൾ അത് ഓതിയവർ, പിന്നെ അതനുസരിച്ച് ഓതുന്ന വിവിധ പണ്ഡിതന്മാർ ശബ്ദം കേൾക്കാൻ പറ്റും. നമ്മൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പണ്ഡിതൻ്റെ ഓത്താണ് വേണ്ടത് വെച്ചാൽ ആ പണ്ഡിതൻ്റെ ഓത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഓരോരുത്തരുടെ ഖിറാഅത്തിൻ്റെ ഇതും ആരുടെ ഖിറാഅത്താണെന്നുള്ളത് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ശബ്ദത്തിൽ അത് കേൾക്കാം.
ഏറ്റവും കൂടുതൽ ഹഫ്സിൻ്റെ ഖിറാഅത്താണ് പിന്നെ കൂടുതൽ പണ്ഡിതന്മാർ ഓതിയിട്ടുള്ളത്. നമ്മൾ ലജ്ജിച്ചു പോകും. പിന്നെ വയസ്സായവർ, അതേപോലെ ബ്ലൈൻഡായവർ ഒക്കെ, പ്രത്യേകിച്ച് ഈ പിന്നെ ലിബിയ, അൾജീരിയ, തുനീഷ്യ പോലുള്ളതായ നാടുകളിൽ അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഈ ഖിറാഅത്തുകളുടെയും ഉലൂമുൽ ഖുർആൻ്റെയും വിഷയത്തിൽ വലിയ ഖിദ്മത്തുകളാണ്. നിങ്ങളൊക്കെ പിന്നെ കുറേ വിദ്യാർത്ഥികളുണ്ടായി, നിങ്ങൾ പഠിക്കുമ്പോൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ നിപുണരായിരിക്കും, ഭയങ്കര കഴിവുകളായിരിക്കും. നമ്മൾ പിന്നെ ഇപ്പോൾ പിന്നെ ഖിറാഅത്തുകളെ കുറിച്ച് അവിടെ പറഞ്ഞ് ഖിറാഅത്ത് അതിൽ നമ്മൾ പിന്നെ ഖിറാഅത്തുകൾ അതിൻ്റെ ഫലങ്ങൾ എന്ത് എന്നുള്ളത് ചില ഉദാഹരണങ്ങളിലൂടെ ഇവിടെ പറഞ്ഞ്. ചില ഖിറാഅത്തുകൾ പിന്നെ അക്ഷരങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, ആശയം ഒരുപോലെ ആയിരിക്കും. ചിലതിൽ അക്ഷരത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ആശയത്തിൽ വ്യത്യസ്തത പുലർത്തും. ഇപ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സിറാത്തല്ലദീന അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയണമെങ്കിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഇതിനൊരു ഖിറാഅത്ത് ഇങ്ങനെയാണ്, എന്താ, സിറാത്ത്, സീനാണ് ഒരു ഖിറാഅത്ത്. ഈ ഖിറാഅത്തിൽ സിറാത്ത് എന്ന് പറഞ്ഞാലും സിറാത്ത് എന്ന് പറഞ്ഞാലും ത്വരീഖ് എന്നുള്ള അർത്ഥമാണ്, വഴി എന്നുള്ള അർത്ഥമാണ്, മാർഗം എന്നുള്ള അർത്ഥമാണ്. ചില ഖിറാഅത്തുകളിൽ പദങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ആശയം പിന്നെ അതിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഒന്നൊന്നിനെ പൂരിപ്പിക്കും. ഇതാണ് ഇപ്പോൾ കൈഫ നുൻഷി സുഹ എന്നുള്ളിടത്ത് നുൻഷി സുഹ എന്ന് കാണാം. അവിടെ അതിനൊരു ഖിറാഅത്ത് നൻഷുറുഹ എന്നാണ്. നുൻഷി സുഹ നൻഷുറുഹ. പിന്നെ ഏത് വിഷയത്തിൽ ഇവിടെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞില്ലേ, ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, പിന്നെ ഖാല അന്നാ യുഹ്യി ഹദിഹില്ലാഹു ബഅദ മൗതിഹ ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹു. ഒരു വ്യക്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 100 വർഷം മരിപ്പിച്ച് കിടത്തി എന്നിട്ട് ജീവിപ്പിച്ചില്ലേ. ഖാല കം ലബിസ്, ഖാല ലബിസ്ത യൗമൻ ഔ ബഅദ യൗം തുടങ്ങിയിട്ട് ഖാല ബൽ ലബിസ്ത മിഅത ആമിൻ ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്ന വൻദുർ ഇലാ ഹിമാരിക വലിനജഅലക ആയതൻ ലിന്നാസ് വൻദുർ ഇലൽ ഇളാമി കൈഫ നുൻഷിസുഹ സുമ്മ നക്സുഹ ലഹ്മ എന്നാണ്. വൻദുർ ഇലൽ ഇളാം, അയാളുടെ കഴുതനെ നോക്കാൻ പറയുന്നത്, കഴുതൻ്റെ എല്ല്, ആ എല്ലിലേക്ക് നോക്കാൻ പറയുന്നത്. വൻദുർ ഇലൽ ഇളാമി, എല്ലിലേക്ക് നോക്ക്. കൈഫ നുൻഷിസുഹ, നുൻഷിസുഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ എല്ലിനെ ഉയർത്തിയിട്ട് എങ്ങനെയാണ് ഞാനതിന്, എല്ലിനെ ഒന്നൊന്നിനോട് ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് അതിന് ഞാൻ ജീവനിടുന്നതെന്ന് നോക്കാൻ പറയാണ് കൈഫ നുൻഷിസുഹ. ഇവിടെ അതിനുള്ള ഖിറാഅത്ത് എന്താ, വേറൊന്ന് നൻഷുറുഹ എന്നാണ്. നാം എങ്ങനെയാണ് അതിനെ ജീവിപ്പിക്കുന്നത് നോക്കാൻ പറയാണ്. അപ്പോൾ ഇവിടെ നൻഷുറു എന്ന് പറഞ്ഞാൽ എന്താ, നുഹി എന്നാണ്, ജീവിപ്പിക്കുക. മറ്റേത് നുൻഷിസു എന്ന് പറഞ്ഞാൽ എല്ലുകൾ അന്യോന്യം കൂട്ടിയിട്ട് അതിന് ഉയർത്തുന്നത്, ജീവിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ രണ്ടും ഏറെക്കുറെ വ്യത്യസ്ത പദങ്ങളാണ്, നുൻഷിസു നൻഷുറു എന്നുള്ളത്, രണ്ട് ഖിറാഅത്ത്. പക്ഷേ ഒന്നിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ വ്യത്യാസമാണ്. പക്ഷേ എന്താണ് അതിൻ്റെ, ഒന്നൊന്നിനെ പൂരിപ്പിക്കും, ഇതാണ് ഒന്നൊന്നിനെ പൂരിപ്പിക്കുമെന്നാണ്. അതായത് ഈ കഴുതയുടെ എല്ലുകളെ കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ആ കഴുതയ്ക്ക് ജീവൻ കൊടുത്തിട്ട് അതിനെ നീപ്പിച്ചിരുത്തണമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഖിറാഅത്തുകളുടെ. ചിലത് പദവ്യത്യാസം ഉണ്ടാകും, പക്ഷേ മാന ഒന്നാണ്. ചിലതിൽ പദവ്യത്യാസം ഉണ്ടാകും, മാനയും വ്യത്യസ്തമായിട്ട് തോന്നും, പക്ഷേ ഒന്നൊന്നിനെ പൂരിപ്പിക്കും, ഇതാണ്. ചിലത് ഇപ്പം ഖദ് അലിംത മാ അൻസല ഹഉലായി ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്. ആരാ പിന്നെ ഈ 9 ആയത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, പിന്നെ സൂറത്ത് ഇസ്രായിൻ്റെ തുടക്കത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത ദൃഷ്ടാന്തങ്ങളെ പിന്നെ ലഖദ് അലിംത മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ കൊടുത്തില്ലേ, അതിനെക്കുറിച്ച് പറയാണ്. വലഖദ് ആതൈനാ മൂസ 9 ആയാത്തിൻ ബയ്യിനാത്ത്, മൂസാക്ക് നാം 9 ദൃഷ്ടാന്തങ്ങളെ നൽകി. ഫസ്അൽ ബനി ഇസ്രായീല ഇദ് ജാഅഹും, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരിലേക്ക് വന്നപ്പോൾ ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പറയാണ്. ഫഖാല ലഹു ഫിർഔൻ,
അപ്പോൾ ഈ 9 ആയത്തുകളായിട്ട് ദൃഷ്ടാന്തങ്ങളായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔൻ്റെ അടുക്കൽ വന്നപ്പോൾ ഫിർഔൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നീല അദുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ നീ ഒരു മാരണബാധയേറ്റവനായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത്. ഉണ്ടോ? മൂസാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കാണ്. ഖാല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ് ബസായിർ. എന്താ? ലഖദ് അലിംത്, ഫിർഔനെ നീ മനസ്സിലാക്കിയിട്ടുണ്ട്, മാ അൻസല ഹൗലാഇ ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയിട്ടില്ല, ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആരല്ലാതെ? റബ്ബുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബല്ലാതെ എന്ന് ലഖദ് അലിംത് നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ഈ ലഖദ് അലിംത എന്നുള്ളതിന് മറ്റൊരു ഖിറാഅത്ത് ലഖദ് അലിംതു എന്നാണ്. ലഖദ് അലിംതു എനിക്ക് തോന്നുന്നു ഹംസയുടെ ഖിറാഅത്ത്. ഏതായാലും ലഖദ് അലിംതു എന്നതിന് ഖിറാഅത്ത് ഉണ്ട്. അലിംതു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഫിർഔനോട് മൂസ പറയാണ്, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, നീ ഇന്ന മസ്ഹൂർ മാരണബാധയേറ്റവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫിർഔൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്? ഇത് ഇറക്കിയതാരാണ്? അള്ളാഹു ആണെന്ന്. റബ്ബുസ് സമാവാതി വൽ അർളാണ്. ഒരു ഖിറാഅത്തിൽ നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ നീ മനസ്സിലാക്കി, ഞാൻ മനസ്സിലാക്കി എന്ന് 2 വ്യത്യസ്ത ആശയങ്ങളിലാണ്. അവിടെ എന്തില്ല? അവിടെയും ഏറ്റുമുട്ടണില്ല. നീ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ ഏറ്റുമുട്ടണില്ല. പിന്നെയോ ഞാൻ മനസ്സിലാക്കി എന്നൊരു ഖിറാഅത്തും നീ മനസ്സിലാക്കി എന്നുള്ളൊരു ഖിറാഅത്തുമാണ്. രണ്ടും അറിയിക്കണത് എന്താണ്? ഈ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയത് ആരാണ്? റബ്ബ് സമാവാതി വൽ അർളായ അള്ളാഹുവാണ് എന്നുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്ത ആശയങ്ങളാണ് ഖിറാഅത്തുകൾ പ്രദാനം ചെയ്യുന്നത്. ഒരിക്കലും എന്തല്ല? വൈരുദ്ധ്യങ്ങളല്ല. അത് ഈ ഖിറാഅത്തുകളെ യഥാവിധം പഠനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് നന്നേ ബോധ്യമാണ് സംഗതിയാണ്. അതിൽ എന്തില്ല? ഒരു ഇഷ്കാലുമില്ല. ഇവിടെ നമ്മൾ അവസാനമായിട്ട് വിശുദ്ധ ഖുർആനായിട്ട് കുറേ ഇൽമുകളുണ്ട്. അതിൽ ഖിറാഅത്തുകളുമായി ബന്ധപ്പെട്ട ഇൽമാണ് നമ്മൾ പറഞ്ഞത്. ഇൽമുൽ ഖിറാഅത്ത്, അതേപോലെ തന്നെ ഇൽമു ദബ്ത്, ഇൽമു റസ്ം, ഇൽമു അദ്ദുൽ ആയാത്ത്, അതേപോലെ തന്നെ ഇൽമുൽ വഖഫ് വൽ ഇബ്തിദ. ഇങ്ങനെ കുറേ ഉലൂമുകളുണ്ട്. ആ ഉലൂമുകൾ ശരിക്ക് പഠന വിദ്യാർത്ഥികളുണ്ടല്ലോ അത് മനസ്സിലാക്കേണ്ടതാണ്. ഇൽമു ദബ്ത്, ഇപ്പോൾ ഇൽമുൽ ഖിറാഅത്താണ് നമ്മൾ, അല്ലെങ്കിൽ ഖിറാഅത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞില്ല. പക്ഷേ പിന്നെ ഇതേപോലെ തന്നെ ഒരു ഇൽമാണ് ഇൽമു ദബ്ത്. വിശുദ്ധ ഖുർആൻ്റെ ദബ്ത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് മുസ്ഹഫ് പകർത്തിയെഴുതി. എത്ര പകർത്തിയെഴുതിയത്? 6 മുസ്ഹഫാണ് പകർത്തിയത്. ഹഫ്സയിൽ നിന്ന് മുസ്ഹഫ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത്? 6 പകർത്തിയെഴുതി. ആ പകർത്തി എഴുതിയത് അതാണ് എന്ത് ചെയ്തത്? ഓരോ കോപ്പി കൊടുത്തയച്ചത്. എവിടെ കൊടുത്തയച്ചത്? മക്കയിലേക്ക്, മദീനയിലേക്ക്, കൂഫയിലേക്ക്, ബസറയിലേക്ക്, സിറിയയിലേക്ക് 5 കൊടുത്തയച്ച്. 6ാമത്തത് അവിടെ അടുത്ത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത്, ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു തൻ്റെ അടുത്ത് ശേഷിപ്പിച്ച് ഹഫ്സൻ്റെ മുസ്ഹഫ് എന്ത് ചെയ്ത്? ഹഫ്സയിലേക്ക് തിരിച്ചും കൊടുത്ത്. ഖലാസ്. അതിൽ എങ്ങനെയാണോ എഴുതിയത് ആ എഴുത്താണ് ഖിറാഅത്തിൽ പരിഗണിക്കുക. അറബി ഭാഷയുടെ നിയമത്തിനൊത്ത് മുതവാത്തിറായ സനദോടുകൂടി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലബ്ത് ചെയ്തതനുസരിച്ചുള്ള ഖിറാഅത്താണ് മുതവാത്തിറായ ഖിറാഅത്ത്. അപ്പോൾ ഏതൊരു ഖിറാഅത്ത് ഉണ്ടെങ്കിലും അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണോ ലബ്ത് ചെയ്തത് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലബ്ത് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആ ലബ്ത് ചെയ്തതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ചെയ്യാൻ പറ്റും, എല്ലാ വജുഹും ഓതാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ സൂറത്ത് ആല ഇംറാനിൽ ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാ. എങ്ങനെ ഈ തുഖാ എന്ന് എഴുതുക? തുഖാ എന്ന് എഴുതൽ ഇങ്ങനെയാണ്. മുസാഫിൽ നമ്മൾ തുഖാ എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? സാധാരണ ഇങ്ങനെയല്ല എഴുതുക. തുഖാ എന്ന് എഴുതെങ്ങനെ എഴുതുക. പക്ഷേ മുസാഫിൽ തുഖാ എന്ന് എഴുതിയത് എങ്ങനെയാണ്? ലബ്ത് ഇങ്ങനെയാണ് തുഖാ എന്നുള്ളത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല? ഇതൊന്നും ഉണ്ടാവില്ല. തുഖാ ഇങ്ങനെയാണ്. കണ്ട, അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് എന്തില്ല, അന്ന് ഇറാബുമില്ല. ഇങ്ങനെ ഉണ്ടാകുക തുഖാ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ? തുഖാ എന്നത് വായിക്കാം. ഇതിന് മറ്റൊരു ഖിറാഅത്ത് ഉണ്ട്, തഖിയ്യാന്ന്.
തഖിയാണ്. ഇതിന് വേറെ ഖിറാഅത്ത് എന്തുണ്ട്? തുഖ എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു ഖിറാഅത്താണിത് തഖിയ. അപ്പോൾ തുഖയും വായിക്കാം തഖിയയും വായിക്കാം. കണ്ട, ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ തഖിയ എന്ന് വായിക്കാം, പിന്നെ ഇത് തുഖ എന്നും വായിക്കാം. പിൽക്കാലത്താണ് ആര് വന്നത്? ഈ ഇതൊക്കെ വന്നത്. അതാണ് ഇനി അടുത്ത ഇത് ഇൽമുർ റസ്ം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റൊരു കലയാണെന്ത്, ശാസ്ത്രമാണെന്ത്, ഇൽമുർ റസ്ം, ഷക്കിൽ ചെയ്യൽ. ഷക്കിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഷക്കിൽ രണ്ട് സംഗതിയാണ്. ഒന്ന് ഈ ഇഅ്റാബും മറ്റൊന്ന് ഇഅ്ജാമുമാണ്. ഇഅ്റാബ് മറ്റൊന്ന് ഇഅ്ജാം. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ ഫത്തഹും കസറൊക്കെ ഉണ്ടല്ലോ, അതിടല്ലേ. മറ്റൊന്ന് ഇഅ്ജാം എന്ന് പറഞ്ഞാൽ ഈ കുത്തുകൾ. അറബിയിൽ കുത്തുകളിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അറബി മൊത്തം എത്ര അക്ഷരമുണ്ട്? ABCD എത്ര അക്ഷര? ABCD 4, 28, 26, 4 എണ്ണം. പിന്നെ അറബിയിൽ എത്ര അക്ഷര? 28 അക്ഷരം. 28 അക്ഷരത്തിൽ 15 അക്ഷരത്തിലാണ് കുത്തുകളുള്ളത്. ഉദാഹരണത്തിന് ഏതാ? അലിഫുണ്ടാ, ല, ബ, ത, സ അല്ലേ, ജീം, പിന്നെ ഹ, ഓ, ഹ, ഹ, അങ്ങനെ വേണ്ട. ഇങ്ങനെ 15 അക്ഷരത്തിനാണ് കുത്തുകളിൽ അല്ലേ. ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും എന്തില്ല, കുത്തില്ല. ഹ, ദാൽ, റ, ഇതിനൊന്നും കുത്തില്ല 13 അക്ഷരത്തിൽ. ആദ്യകാലത്ത് മുസാഫ് എഴുതിയപ്പോൾ കുത്തില്ലാതെയാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്തില്ല, ഇത് ഇഅ്റാബില്ല. ഫത്തഹ് കസർ ഇങ്ങനെ ഇല്ല. അതുകൊണ്ട് നമ്മൾ തുഖ എന്ന് എഴുതിയപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞത്. എങ്ങനെ ഉണ്ടാകുക? പക്ഷേ അത് പിന്നെ കുത്തില്ലെങ്കിലും ഹർക്കത്തുകളില്ലെങ്കിലും അതെന്തേ വായിക്കൊള്ളൂ? തുഖ എന്നേ വായിക്കൊള്ളൂ. കാരണം ഇതെന്താ? ഇത് തലഖിയാണ്. മനസ്സിലല്ലേ? അധ്യാപകർ ഓതുകയാണ്, ആളുകൾ മനപ്പാടാക്കുകയാണ്. ഇത് ഓതി കൈമാറ്റം ചെയ്യണം. അതുകൊണ്ട് തന്നെ പിന്നെ ഇതില്ലെങ്കിലും ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. കുത്തില്ലെങ്കിലും കുത്തില്ലാതെ ഇത് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ ഓതൂലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് ഓതും. അതേപോലെ അനായാസം തെറ്റാതെ ഓതുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പുതുതായി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്ന് ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടപ്പോൾ കോലം മാറി. ഈ മുആവിയ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ബസറയിലെ ഗവർണർ യസീദ് ബിൻ അബി യസീദ് അവിടെ അദ്ദേഹമാണ് എന്ത് ചെയ്യണത്, പിന്നെ അബുൽ അസ്വദ് ദുഅലിയോട് ഈ ഹർക്കത്ത് ഇടാൻ പറയുന്നത്. ഖുർആനിൽ ഇഅ്റാബ് ഇടാൻ പറയുന്നത്, ഇഅ്റാബ് ചെയ്യാൻ പറയുന്നത് അബുൽ അസ്വദ് ദുഅലിയോട് യസീദ് ബിൻ അബി യസീദാണ് മുആവിയൻ്റെ ഖിലാഫത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഖുർആനിന് എന്ത് ചെയ്യാൻ പറ്റും, പലരും തെറ്റി ഓതാൻ തുടങ്ങി. പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർക്ക് പിന്നെ എന്ത് ഇഅ്റാബ് ഹർക്കത്താണ്. ഓല് തൊള്ളയിൽ തോന്നിയൊക്കെ കോതക്ക് പാട്ടുകാരന്മാർ പലരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് പാടാൻ തുടങ്ങി. അപ്പോൾ തെറ്റി. അപ്പോൾ യസീദ് ബിൻ അബി യസീദ് ദൂലി പറഞ്ഞ് പിന്നെ മുആവിയയോട് കൂടി ആലോചിച്ച് അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ നല്ല നിപുണനായ പണ്ഡിതനാണ് ആര്? അബുൽ അസ്വദ് ദൂലി. അദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ ഖുർആനിൽ ഹർക്കത്ത് ഇടണം, കാരണം അള്ളാൻ്റെ കലാമ് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും എന്നടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പേടി, അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്ത്, ഒരാളെ ചട്ടം കെട്ടിച്ച് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അബുൽ അസ്വദ് ദൂലി നടന്നു പോണ വഴിയിൽ എന്ത് ചെയ്ത് ഇയാൾ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതുമ്പോൾ സൂറത്തുൽ ബറാഅയുടെ തുടക്കത്തിലുള്ള ആയത്ത് ഓതി, പിന്നെ ബറാഅത്തു മിൻ അല്ലാഹി വ റസൂലിഹി ഇലല്ലദീന അഅദതു മിനൽ മുശ്രിക്കീൻ ഫസീഹു ഫിൽ അർദി അർബഅത അശ്ഹുരിൻ വഅലമു വഅലമു അന്നകും ഗൈറ മുഅ്ജിസില്ലാഹ വ അന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ വ അദാനു മിൻ അല്ലാഹി വ റസൂലിഹി ഇലൻ നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉ മിനൽ മുശ്രിക്കീൻ വ റസൂലുഹു. അതാണ് ആയത്ത്. അതായത് അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ബരീഉ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് അല്ലാഹു എന്താണ്? ഒഴിവാണ്. വ റസൂലു പറഞ്ഞാൽ എന്താ? റസൂലും ഒഴിവാണ്. പക്ഷേ ഇതെന്ത് ചെയ്ത് ഒരാൾ വ റസൂലിഹി എന്ന് ഓതി. അപ്പം എന്താ അർത്ഥം? അള്ളാഹു മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒഴിവാണ്, റസൂലിൽ നിന്ന് ഒഴിവാണ്. അപ്പം എങ്ങനെ ഉണ്ടാവും? വ റസൂലുഹു എന്ന് ഓതേണ്ട അടുത്ത് വ റസൂലിഹി എന്ന് ഓതിയാൽ
അള്ളാഹു റസൂലിന് ഒഴിവ് മുശ്രിക്കീങ്ങളെ പോലെ റസൂലിനെ ആക്കിയെന്ന് വരില്ലേ. അപ്പോൾ അബുൽ അസ്വദ് ദൂലി ഇത് ഈ ചങ്ങായി ഓതന കേൾക്കുകയാണ്. അതോടുകൂടി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് എന്തായാലും എന്ത് ചെയ്യണം, ഹർക്കത്തിട്ടേക്കണം. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല പകർത്തിയ മുസ്ഹഫ് ഉണ്ടല്ലോ, റബ്ത്ത് ചെയ്ത മുസ്ഹഫ്, അതിലെ അക്ഷരങ്ങളൊക്കെ അതേ കളറിൽ ഒരേപോലെ, അദ്ദേഹത്തിന് ഹർക്കത്ത് വേറെ കളറിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്, ഇറാബ് ചെയ്തത്. ആർക്ക്? മുസ്ഹഫിന് ഇറാബ് ചെയ്ത്. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലത്ത് അപ്പോഴാണ് ഇത് വരുന്നത്, ഏത് കുത്ത് വരുന്നത്. കുത്തിടാൻ കാരണം എന്താ? കുത്തിടാൻ ഒരു സംഭവം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കുത്തില്ലാത്തത് പിന്നെ അദ്ദേഹത്തിനൊരു വിവരം കൊടുത്തതാണ്. മദീനയിൽ കുറേ ഹുൻസകളുണ്ടല്ലോ, നപുംസകങ്ങൾ വിളയാൻ തുടങ്ങി, ആണും പെണ്ണും അല്ലാത്ത ജാതി വിളയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് വിവരം കൊടുത്ത് ഇങ്ങനെ മദീനത്ത് കുറച്ച് ആളുകളുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, ഒരു കത്ത് എഴുതി. ആ കത്തിൽ അവർ ഗവർണറോട് പറഞ്ഞ അഹ്സൂഹും, അവരെന്ത് ചെയ്യാൻ പറഞ്ഞ്, എണ്ണാൻ പറഞ്ഞ്. അഹ്സൂഹും ഇങ്ങനെ എണ്ണാൻ പറഞ്ഞ്. ഇതിനകത്ത് അഹ്സൂ എന്ന് പറഞ്ഞാൽ അവരെ എത്ര ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞ്. പക്ഷേ കത്തിൽ എന്ത് ചെയ്ത്, ഇവിടെ ഒരു കുത്ത് വീണ്. അപ്പോൾ അഹ്സൂ എന്ന് പറഞ്ഞാൽ എന്താ, ഉടക്കുക എന്നർത്ഥം. കാലികളൊക്കെ ഉടക്കൂലേ. അങ്ങനെ എന്ത് ചെയ്ത്, ഈ കത്ത് കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്, ഹജ്ജാജും അല്ലേ എഴുതണത്. അപ്പോൾ ചെറിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ഹജ്ജാജിന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്ത്, നല്ല പിടിച്ചിട്ടിട്ടാളൊക്കെ ശിക്ഷിച്ച്. അപ്പോഴാണ് എന്ത് ചെയ്യണത്, ഈ കുത്തിൻ്റെ അനിവാര്യത, കുത്തില്ലെങ്കിലുള്ള ഇതൊക്കെ ബോധ്യപ്പെടുന്നത്. ഏതായാലും ഹജ്ജാജ് ഇബ്നു യൂസുഫ് പിന്നെ യഹ്യ ഇബ്നു യഅ്മുറിനോടും അതേപോലെ വേറൊരു രണ്ട് പണ്ഡിതന്മാരോടാണ് പറഞ്ഞത് എന്ത് ചെയ്തത്, വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തത്, ഇജാമ ചെയ്യാം. അതായത് കുത്തിടേണ്ടതായ അക്ഷരങ്ങളുണ്ടല്ലോ, അതിനൊക്കെ കുത്തിട്ടിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറഞ്ഞു. ഏതായാലും അതാണെന്ത്, ഇൽമുർ റസ്ം. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇൽമാണ് ഇൽമു അദ്ദിൽ ആയി. ആയത്തുകൾ എണ്ണുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ ശാസ്ത്രം. അത് വിശുദ്ധ ഖുർആനിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പം നമ്മൾ എത്ര ആയത്തുണ്ട് ഇപ്പോൾ മുസാഫിൽ നമുക്ക്? നമ്മൾ വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്താ? നമുക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. നമ്മളിപ്പോൾ നമ്മളുടെ കയ്യിലുള്ള മുസാഫിൽ 6236 ആയത്താണ്. 6236 ആയത്ത് കണ്ട. 6236 ആയത്തായിരുന്നു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസാഫിൽ. കൂഫക്കാരുടെ മുസാഫിൽ ആയത്തുകളുടെ എണ്ണം 6236. 6226 ആയത്താണ് ഷാമിലേക്കുള്ള മുസാഫിൽ. 6236 6226 ആയത്ത്. ശരി, ഇത് 6236 6226 എണ്ണം, ആയത്തുകളുടെ എണ്ണം. 6204 ആയത്തുകളാണ് ബസറയിലേക്കുള്ള മുസാഫിൽ, ബസറക്കാരുടെ അടുത്തുള്ള മുസാഫിൽ ആയത്തുകളുടെ എണ്ണം. 6210 ആയത്താണ് മുസാഫിൽ മക്കയിലുള്ള മുസാഫിലെ എണ്ണം. ഇനിയൊരു മുസാഫ് ബാക്കിയുണ്ട്, അതേതാ? ഇത് കൂഫി, ഇത് ഷാമി, ഇത് ബസരി, ഇത് മക്കി. നീ ബാക്കിയുള്ളത് ഏതാ? അല്ല, അതാണ് ഷാമി. നീ മുസാഫുൽ മദനി. മുസാഫുൽ മദനിയിൽ എണ്ണൽ 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്, ആയത്തുകളെ എണ്ണൽ. അതിൽ ഒരു പ്രാവശ്യത്തെ മുസാഫിലെ എണ്ണം 6217. പിന്നത്തെ എണ്ണത്തിൽ 6214 ഉണ്ടാ. മുസാഫ് ആയത്തുകൾ എണ്ണിയപ്പോൾ 2 തവണയാണ് മദീനത്തെ മുസാഫുൽ മദനിയിൽ എണ്ണം നടന്നത്. അപ്പോൾ ഒരിക്കൽ 6217, ഒരിക്കൽ 6214. ഇത് ഏതാ? കൂഫി, മുസാഫുൽ കൂഫി. ഇത് ഷാമി.
ഇത് ബസരി, ഇത് മക്കി, ഇത് മദനി, ഇത് മദനി. ഇതിൻ്റെ അർത്ഥം എന്താ? ആയത്ത് പൊയ്ക്കണെന്നാ? ആയത്തുകളില്ലാന്നാ? ആയത്തുകളില്ല ഇല്ല എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആയത്തുകളുടെ എണ്ണം നടന്നിട്ടുണ്ട്. ആയത്തുകൾ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറേ വിഷയങ്ങൾ വായിക്കൂലേ. സൂറത്തുൽ മുൽക്കിൻ്റെ ഒരു മഹത്വം പറയും നമ്മൾ. എന്താ സൂറത്തുൽ മുൽക്കിൻ്റെ മഹത്വം? വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, അതിൽ 30 ആയത്തുകൾ എന്നിട്ടാണ് സൂറത്തിൻ്റെ മുൽക്കിൻ്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തുണ്ട്? മുൽക്ക് 30 ആയത്ത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നോമ്പിന് സുഹൂർ കഴിച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിനിടയിലുള്ള ടൈം എത്രയാണ് പറഞ്ഞത്? 50 ആയത്ത് ഓതുന്ന ടൈം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ നിസ്കാരങ്ങളിൽ ഇത്ര ആയത്തുകളുടെ എണ്ണം ഓതിയിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ആയത്തുകളുടെ എണ്ണം നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുകളുടെ തുടക്കവും ആയത്തുകളുടെ ഒടുക്കവും അറിയിച്ചിട്ടുണ്ട്. ചില സമയങ്ങൾ റസൂൽ ആയത്ത് കൂട്ടി ഓതിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിയോത്ത് കേട്ടവർ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ എവിടെയാണ് റസൂലുള്ള വഖഫ് ചെയ്തത്? അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആയത്തായിട്ട് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ എണ്ണത്തിൽ എന്ത് ചെയ്തത്? ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആയത്തുകളും എവിടെ തുടങ്ങുന്നു എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്ത് കൂട്ടി ഓതിയപ്പോൾ അതൊരായത്തായിട്ടായിരിക്കും ആരെ എണ്ണിയിട്ടുള്ളത്? ആളുകൾ, ശിഷ്യന്മാരെ എണ്ണിയിട്ടുള്ളത്. അത് കാരണത്താലാണ് എന്ത് ചെയ്തത്? ഈ ആയത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായത്. അതിൻ്റെ അർത്ഥം ആയത്ത് കുറവുണ്ടെന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സൂറത്തുൽ ഖാരിയ, എത്ര സൂറത്തുൽ ഖാരിയയിൽ ആയത്തുകളുടെ എണ്ണം എത്ര? നമ്മൾ അൽ ഖാരിയ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഖാരിയ അല്ലേ, മൽ ഖാരിയ, അല്ലേ? പിന്നെന്താ? വമാ അദ്റാക മൽ ഖാരിയ. ഇങ്ങനെ എണ്ണും അല്ലേ. സൂറത്തുൽ ഖാരിയ എഴുതിയിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഖാരിയയിൽ എത്ര ആയത്തെ? ഇതിലൊന്നും എണ്ണി നോക്കാണി. 11 ഉറപ്പാ? സൂറത്തുൽ ഖാരിയയിൽ മുസ്ഹഫുൽ കൂഫിയിൽ ഒരെണ്ണവും, മുസ്ഹഫുൽ മദനിയിലും മക്കിയിലും ഒരെണ്ണവും, മുസ്ഹഫ് ഷാമിയിലും ബസറയിലും ഒരെണ്ണവുമാണ്. 11. അപ്പോൾ കൂഫിയിൽ ഈ മുസ്ഹഫിലാണ് എത്ര എണ്ണം? സൂറത്തുൽ ഖാരിയക്ക് 11. ഇവിടെ നമുക്ക് ഇവിടെ സൂറത്തുൽ ഖാരിയൻ്റെ എണ്ണം 11. എന്നാൽ മുസ്ഹഫ് ഷാമിയിലും മുസ്ഹഫുൽ ബസരിയിലും 8 ആയത്തുകളാണ്. എന്നാൽ മുസ്ഹഫുൽ മക്കിയിലും മുസ്ഹഫുൽ മദനിയിലും 10 ആയത്തുകളാണ്. എത്ര ആയത്താ? 10 ആയത്താണ്. എന്താ കാരണം? കൂഫിയിൽ അൽ ഖാരിയ എന്നുള്ളതൊരായത്താണ്, മൽ ഖാരിയ എന്നുള്ളതൊരായത്താണ്, വമാ അദ്റാക മൽ ഖാരിയ എന്നുള്ളതൊരായത്താണ്. പിന്നെ യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് റഹ്മക്കല്ലാഹ്. പിന്നെന്താ? ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അതൊരായത്താണ് കൂഫി മുസ്ഹഫിൽ. ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ഒരായത്താണ്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, അതൊരായത്താണ്. ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഇതാണ് കൂഫി മുസ്ഹഫിൻ്റെ ആയത്തുകൾ. അതുകൊണ്ട് 11 ആയത്ത്. എന്നാൽ ഷാമിയും ബസരിയും അവർ അൽ ഖാരിയ മൽ ഖാരിയ, ഇതാണ് ഒരായത്ത്. അൽ ഖാരിയ മൽ ഖാരിയ, ഇതൊരായത്ത്. പിന്നെ അവസാനത്തിൽ ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അതൊരായത്ത്. 2 ആയത്തുള്ളത് അതൊന്ന്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, അതൊരായത്ത്. അപ്പോൾ ആ പരിഗണനയിൽ എത്ര ആയത്തുണ്ടാവും? എത്ര ആയത്താ? 8 ആയത്ത്. അതാണ് ഷാമി ബസരി മുസ്ഹഫുകളുടെ പ്രത്യേകത. മക്കിയും മദനിയും അവർ അൽ ഖാരിയ മൽ ഖാരിയ, ഇതൊരായത്ത്. ബാക്കിയൊക്കെ കൂഫി മുസ്ഹഫിൻ്റെ മാതിരി തന്നെ. അപ്പോൾ അതിൽ എത്ര ആയത്ത് കുറയും? ആയത്തിൻ്റെ എണ്ണം കുറയും. കാരണം അൽ ഖാരിയ മൽ ഖാരിയ എന്നുള്ളത് ഒരായത്ത്, ബാക്കിയൊക്കെ മറ്റേ കൂഫി പോലെ. അപ്പോൾ 10 ആയത്ത്. അപ്പോൾ എന്തുകൊണ്ട് ആയത്തുകളുടെ എണ്ണം ചില മുസ്ഹഫുകളിൽ കൂടുന്നു, ചില മുസ്ഹഫുകളിൽ കുറയുന്നു? അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഇത്.
അല്ലാതെ മുസാഫിൽ നിന്ന് ആയത്ത് പോയതല്ല, കുറേ ആയത്ത് നഷ്ടമായതുമല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇത്തരം വിഷയങ്ങൾ അനിവാര്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കുൽസിത ബുദ്ധിക്കാരും തൽപര കക്ഷിക്കാരൊക്കെ ഉണ്ടാക്കുന്നതായി ഈ മുസീബത്തുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മളുടെ ദീന ഖബല കുല്ലി ശൈ നമ്മൾ അറിയുന്നതിന് വേണ്ടി. മനസ്സിലായോ? പിന്നെ 6666 പറഞ്ഞിട്ടില്ല കേട്ടോ. അത് വല്ലാത്തൊരു വിഷയമാണത്. ഇപ്പം ഖുർആനിലെ ആയത്ത് എത്ര ആളുകൾ പറയൽ, പലരും പറയൽ, ചില പണ്ഡിതന്മാരെന്ന് പറയുന്നവർ വരെ പറയുന്നത് ഇതാണ് 6666 ആയത്ത്. ഇത് 6200 മുകൾക്ക് പോയിട്ടില്ല. ഉണ്ടോ? ഒക്കെ എത്രയാണ്? 6200, ഏറിയ 6236. പിന്നെ 4 മുസ്ഹഫ് അല്ലേ, അല്ല 5 മുസ്ഹഫ്. അതിൽ മുസഫുൽ മദനയ്ക്ക് 2 പ്രാവശ്യം അതിൽ എണ്ണൽ നടന്നു, പിന്നെ സഹാബികളുടെയൊക്കെ സമക്ഷത്തിൽ വെച്ച്. അപ്പോൾ ഈ വ്യത്യാസം ചില ആയത്തുകൾ ഒന്നാണോ അതല്ല രണ്ടാണോ എന്നുള്ള പരിഗണനയാണ്, ആ പരിഗണന പ്രകാരം. പക്ഷെ 6666 ഇതില്ല, ആയത്തുകളുടെ എണ്ണം പറയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇൽമുൽ ഖിറാഅത്ത്, ഇൽമു ദബ്ത്, ഇൽമു റസ്മ, ഇൽമു അബ്ദുൽ ആയാത്ത് അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതേപോലെ വേറെയും ചില ഇൽമുകളുണ്ട്. അതൊക്കെ നമ്മൾ അനിവാര്യമായും പിന്നെ അറിയേണ്ടതായ വിജ്ഞാനങ്ങളാണ്. അതേപോലെ തന്നെ ഇൽമുൽ വഖഫ് വൽ ഇബ്തിദ, വഖഫ് എന്ന് പറഞ്ഞാൽ ഒരായത്തുകളുടെയും അവസാനം, അതേപോലെ തന്നെ ഒരായത്തുകളുടെയും തുടക്കം, അതൊക്കെ ഓരോ പിന്നെ വിജ്ഞാനങ്ങളാണ്. പിന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഖിറാഅത്തുകളൊക്കെയുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ പിന്നെ അനിവാര്യമായും പഠിച്ച് മനസ്സിലാക്കേണ്ടതായ വിജ്ഞാനങ്ങളാണ്. ഇതിൽ നമ്മളിപ്പോൾ ഖിറാഅത്തുകളാണ് നമ്മുടെ വിഷയം, അതാണ് നമ്മളിവിടെ വിശദീകരിച്ച് സംസാരിച്ചത്. ഇനി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിൽ ഈ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും പിന്നെ ഈ ഖിറാഅത്തുകൾ അത് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു വിശദമായിട്ടില്ലെങ്കിലും ഒരു നഖച്ചിത്രം എന്ന് പറയാം. അതാണ് നമ്മളിവിടെ അൽഹംദുലില്ലാഹ് മനസ്സിലാക്കിയത്. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് മുസഫ് പകർത്തി എഴുതിയില്ലേ, ആ റസ്മ് അതാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത് പിന്നെ റസ്മ് ചെയ്തത്, എഴുതിയത്. പിന്നെ അതിൽ പിന്നെ മുതവാത്തിറായ ഖിറാഅത്തായി പരിഗണിക്കണമെങ്കിൽ പണ്ഡിതന്മാർ 3 ഷർത്താണ് പറയൽ. 1, മുതവാത്തിറായിട്ട് എന്ത് ചെയ്യണം, അത് റിവായത്ത് ചെയ്യപ്പെടണം. 2, റസ്മുൽ ഉസ്മാനിയോടൊക്കണം. അൽ മുസ്ഹഫ് ഉസ്മാനി ഉണ്ടല്ലോ, അതിലെ റസ്മിനോട് ഖിറാഅത്ത് ഒക്കണം. മനസ്സിലായില്ലേ? അത് ഒക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ തുഖാത്ത് എന്ന് എഴുതിയില്ലേ, തുഖാത്ത് എന്ന് എഴുതിയപ്പോൾ തഖിയ എന്ന് എന്ത് ചെയ്യാം, വായിക്കാം. ആ രീതിയിൽ ഒക്കണം. ഏതെങ്കിലും ഒരു വജിഹിൽ ഒത്താൽ മതി. അതേപോലെ തന്നെ അറബി ഭാഷയിലായിരിക്കണം, അറബി ഭാഷയിൽ ആയിരിക്കണം. അങ്ങനെ അപ്പോൾ അറബി ഭാഷയിൽ മുതവാത്തിറായ സനദോടുകൂടി മുസ്ഹഫുൽ ഉസ്മാനിയിലെ റസ്മിനോട് ഒത്തുകൊണ്ടാണ് ഖിറാഅത്ത് എങ്കിൽ ആ ഖിറാഅത്തിനാണ് എന്ന് പറയുക, മുതവാത്തിറായ ഖിറാഅത്ത് എന്ന് പറയുക. മുതവാത്തിറായ ഖിറാഅത്ത്, ആ ഖിറാഅത്താണ് പരിഗണനീയം. ആ ഖിറാഅത്തുകൾ അതിൻ്റെ 10 പിന്നെ ഇമാമുമാരെയാണ് നമ്മളിവിടെ പഠിച്ചത്. 10 ഇമാമുമാരെയാണ് കഴിഞ്ഞ കുറി പഠിച്ചത്. ആ 10 ഇമാമുമാരുടെ ശിഷ്യന്മാരെയാണ് നമ്മളിവിടെ കഴിഞ്ഞ കുറി മനസ്സിലാക്കിയത്. അതിൽ പിന്നെ ഏറ്റവും പ്രസിദ്ധമായ ഖിറാഅത്ത് അത് പിന്നെ ആരിൽ നിന്ന്, ആസിമിൽ നിന്ന്, ആസിം അബിൻ നജൂദിൽ നിന്ന്, പിന്നെ ഹഫ്സ് ബിൻ സുലൈമാൻ്റെ റിവായത്ത്. എല്ലായിടത്തും വസ്വാസ് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കല്ലേ, മനസ്സിലെ? എവിടെയെങ്കിലും ഒന്ന് ഒരു ഫിത്ന തല പൊട്ടിയാൽ മതി, അല്ലേ? ഹക്ക് 4 അടി വെക്കുമ്പോൾ അതിന് ബാത്തിൽ പിന്നെ സമുദ്രം 7 താണ്ടി കിടക്കുന്നവരല്ലേ, ആ രീതിയിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് കുറേ ഇഷ്കാലുകൾ എന്ത് ചെയ്യുന്നു, പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മിഷനറി പ്രവർത്തകരും ആ മിഷനറി പ്രവർത്തകർക്ക് വാലായിട്ട് കുറേ പിന്നെ ഈ കപടന്മാരും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മളൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങൾ പെട്ടെന്ന് പടരൂല. അതില്ല എങ്കിൽ അത് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാനും പ്രയാസം. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. ആ ഖിറാഅത്ത് നമ്മൾ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് എന്ത് ചെയ്തത്, ഇന്ന ഹാദൽ ഖുർആൻ ഖദ് ഉൻസില അലാ 7 ഔജുഹിൻ, ഈ ഖുർആൻ അത് 7 വജ്ഹുകളിലായിട്ടാണ് എന്ത് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 7 വജ്ഹുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പദം അതിൻ്റെ പാരായണം എന്ത് ചെയ്യൂല, പാരായണം അത് 7 രീതിയിൽ നിന്ന് പുറത്തു പോകില്ല. 7 രീതിയിൽ അത് എന്ത് ചെയ്യും,
അത് പരിമിതപ്പെടും. ഒരു പദത്തിൻ്റെ പാരായണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ എഴുതിയപ്പോൾ ജിബ്രീൽ എന്ന് എഴുതിയതിൻ്റെ അതിൻ്റെ അത് കഴിഞ്ഞില്ലേ, ജിബ്രീൽ എന്ന് എഴുതിയപ്പോൾ അത് അതിൻ്റെ 7 വജീഹുകൾ എഴുതി. 5 മുത്തവാത്തറായതും 2 ഷാദായതും ഉണ്ടോ. ആ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, ഒരിക്കലും അത് വേറൊരു രീതിയിൽ ഉണ്ടാവില്ല. 7 ഒരു രീതി, അല്ലെങ്കിൽ 7 രീതി അതിൽ നിന്ന് പുറത്തു പോകില്ല. അതാണ് ആ രീതിയിൽ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, ഇബ്നു മസ്ഊദിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിഷാം ഇബ്നു ഹക്കീം ഇബ്നു ഹിസാമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വിവിധ വജീഹുകളിൽ ഓതുന്നത് ഉമർ കേട്ട്. അപ്പോൾ ആരത് പഠിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ തന്നെ പഠിപ്പിച്ചായിരുന്നു. അങ്ങനെ ഹിഷാമിനെ വലിച്ചുകൊണ്ടുപോയി ഉമർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിർത്തിയ പറഞ്ഞ് ഹിഷാമിനോട് ഓതാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിവിധ ഹർഫുകളിൽ വജീഹുകളിൽ ഓതി. അപ്പോൾ റസൂലുള്ള പറയണ ഹാക്കദാ ഉൻസിലത്ത്, ഇങ്ങനെയാണ് ഇത് ഇറങ്ങിയത്. പിന്നെ ഉമറിനോട് ഓതാൻ പറഞ്ഞു. അപ്പോൾ ഉമർ ഒരു വജീഹിൽ ഓതി രീതിയിൽ. അപ്പോൾ പറഞ്ഞ ഹാക്കദാ ഉൻസിലത്ത്, ഇങ്ങനെയാണ് ഇത് ഇറങ്ങിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് 7 വജീഹിലും ഓതി പഠിപ്പിച്ചിട്ടുണ്ട്. 7 വജീഹുകൾ ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. 7 വജീഹുകളിൽ അള്ളാഹുവിൽ നിന്ന് ആര് സ്വീകരിച്ചിട്ടുണ്ട്, ജിബ്രീൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് പറഞ്ഞത്. അത് അവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ ഒരു വജീഹിനെ നിഷേധിച്ചാൽ അവൻ വിശുദ്ധ ഖുർആനിനെ മൊത്തത്തിൽ നിഷേധിച്ചു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മൻ കഫറ വജ്ഹൻ മിൻ കിതാബില്ലാഹ് ഫഖദ് കഫറ ബിഹി അജ്മഅ. അതാണ് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു വജ്ഹിനെ ഒരാൾ അവിശ്വസിച്ചാൽ വിശുദ്ധ ഖുർആനെ മൊത്തത്തിൽ അവൻ എന്ത് ചെയ്ത് അവിശ്വസിച്ചു എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വജ്ഹുകളെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. അതില്ല എങ്കിൽ ഖുർആനെ മുഴുവൻ കളവാക്കുന്നതിന് തുല്യമാണത്. അത് പല ഫാത്തിഹയിൽ തന്നെ കുറേ ഖിറാഅത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് മലിക് യൗമിദ്ദീൻ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സിറാത്തിൻ്റെ എഴുതിയില്ലേ, സിറാത്ത്. അതേപോലെ തന്നെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അലൈഹും, അലൈഹുമു, ഇങ്ങനെയൊക്കെ ഖിറാഅത്തുണ്ട്. ഖലാസ്. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക.